بسم الله الرحمن الرحيم إذا السماء انشقت وأذنت لربها وحقت وإذا الأرض مدت وألقت ما فيها وتخلت وأذنت لربها وحقت يا أيها الإنسان إنك كافر. بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചു പാലിച്ച് ജീവിതം ക്രമീകരിക്കുവാൻ ഉണർത്തുകയും എല്ലാ ഓരോരുത്തരെയും ഉപദേശിക്കുകയുമാണ്. ഒരു പുതുവർഷത്തെ സ്വീകരിക്കുന്ന മുസ്ലിം ഉമ്മത്തിനോടുള്ള ഏതാനും ഉത്ബോധനങ്ങളും വിഷയങ്ങളുമാണ് ഇന്ന് ഈ മിമ്പറിൽ ഒരു ഖുതുബയായി നമ്മൾ കേൾക്കുകയുണ്ടായത്. ഒരു വർഷത്തെ പിറകിലാക്കി പുതിയൊരു വർഷത്തെ സ്വീകരിക്കുമ്പോൾ ഒരു മുസ്ലിം ഏറ്റവും കൂടുതൽ അറിഞ്ഞു മനസ്സിലാക്കേണ്ട വിഷയം അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവും അല്ലാഹുവിനുള്ള അർഹതയുമാണ്. കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നാളുകൾ ആഴ്ചകൾക്കും ആഴ്ചകൾ മാസങ്ങൾക്കും വഴിമാറി സമയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കാലചക്രത്തിന്റെ ഈ കറക്കത്തിൽ പ്രപഞ്ചത്തിൽ പലതിനും നാശം വരുന്നു. മനുഷ്യർ അവർ ഏത് ശ്രേണിയിലുള്ളവരാകട്ടെ അവർക്കെല്ലാം മരണവും നാശവും വരുന്നു. പടപ്പുകളിൽ പലരും ഭൂമിയുടെ ഉപരിയിൽ നിന്ന് മൺമറയുന്നു. എത്രമാത്രം കഴിവുള്ളവരായാലും ശേഷിയുള്ളവരായാലും ഊക്കുള്ളവരായാലും സമ്പന്നരായാലും മേൽക്കായ്മയുള്ളവരായാലും അവരെല്ലാവരും തങ്ങളുടെ അവസ്ഥയിൽ മുന്നേറുന്നില്ല. പ്രത്യുത അവർക്ക് ക്ഷീണവും തളർച്ചയും ഉറക്കവും മയക്കവും പ്രശ്നങ്ങളും രോഗങ്ങളും അതേപോലെ മരണവും നാശവും ഒക്കെ ഉണ്ടാകുന്നു. ഈ അവസ്ഥയിൽ ഉലകത്തെ ഉടമപ്പെടുത്തി നിയന്ത്രിക്കുന്ന, ഒരിക്കലും മരണമോ നാശമോ ഇല്ലാത്ത
അജയ്യനായ, എല്ലാം നിയന്ത്രിക്കുന്നവനായ ഒരു ശക്തിയും പ്രപഞ്ചത്തിന്റെ ഖാലിഖുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവനെ സംബന്ധിച്ചിടത്തോളം പടപ്പുകൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത്, എല്ലാം നയിക്കുന്നത്. അവനാണ് കാലത്തെ കറക്കുന്നത്, സൃഷ്ടിചരാചരങ്ങളെ ഉടമപ്പെടുത്തി അവരെ നയിക്കുന്നത്, അവർക്ക് ഉപജീവനമേകുന്നത്. പടപ്പുകൾക്കെല്ലാം നാശവും മരണവും ഉണ്ട്. നാശമില്ലാത്ത, മരണമില്ലാത്ത, മയക്കമില്ലാത്ത, ഉറക്കമില്ലാത്ത ഒരേ ഒരു ശക്തി, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എങ്കിൽ ഈ ഒരറിവ് മനുഷ്യർക്ക്, ഈ ഒരു ബോധം മനുഷ്യർക്കുണ്ട് എങ്കിൽ വിശുദ്ധ ഖുർആന്റെ ചോദ്യം അവരോടാണ്, അഇലാഹും മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. ഈ അല്ലാഹുവോടൊപ്പം ആരാധിക്കപ്പെടുവാൻ മറ്റൊരാരാധ്യനുണ്ടോ? അഇലാഹും മഅല്ലാഹ്, അല്ലാഹുവോടൊപ്പം ആരാധിക്കപ്പെടുവാൻ മറ്റൊരാരാധ്യനുണ്ടോ? അല്ലാഹു ഒഴികെയുള്ളവരുടെ എല്ലാവരുടെയും പ്രത്യേകത, അവരെല്ലാവരും ഈ കാലചക്രത്തിന്റെ കറക്കത്തിൽ മരണത്തിനും നാശത്തിനും വിധേയരാകുന്നവരാണ്. മരിക്കാതെ നശിക്കാതെ എല്ലാം നിയന്ത്രിക്കുന്ന, എന്നെന്നും ജീവിക്കുന്ന അജയ്യൻ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അതിനാൽ അവൻ മാത്രമാണ് ആരാധനക്കർഹൻ. ആരാധനകൾ അത് ഏത് ഇനത്തിൽപ്പെട്ട ആരാധനയുടെ ഏത് ഇനമാകട്ടെ, അതെല്ലാം അർഹിക്കുന്നവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ദുആ, പ്രാർത്ഥന, സ്വലാത്ത്, നമസ്കാരം, റുകൂഅ്, സുജൂദ്, അതേപോലെ ഇസ്തിഗാസ, ഇസ്തിആന, നദർ തുടങ്ങി നേർച്ച, സഹായത്തേട്ടം, അഭയത്തേട്ടം തുടങ്ങി ഇബാദത്തിന്റെ എല്ലാ ഇനങ്ങളും അർഹിക്കുന്നവൻ ഈ ഒരു പ്രത്യേകതയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമായിരിക്കണം. പക്ഷേ ഖലീലൻ മാ തദക്കറൂൻ, നിങ്ങൾ വളരെ കുറച്ച് മാത്രമേ ആലോചിച്ച് മനസ്സിലാക്കുന്നുള്ളൂ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. കാരണം യാഥാർത്ഥ്യം ഇതായിരിക്കെ, പടപ്പുകളുടെ എല്ലാം പ്രത്യേകത ഇതായിരിക്കെ, മനുഷ്യർ പടച്ച തമ്പുരാനെ കൈയൊഴിച്ച്, പടച്ച തമ്പുരാനോടൊപ്പം പടപ്പുകളെ പങ്കുചേർത്ത് പടച്ച തമ്പുരാന് നൽകേണ്ട ഇബാദത്ത് അത് പടപ്പുകൾക്ക് നൽകുന്ന സ്ഥിതിവിശേഷമാണ് ഭൂരിഭാഗത്തിനുമുള്ളത്. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഉത്ബുദ്ധർ ഈ വിഷയത്തിൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർ, അള്ളാഹു മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്ന് മനസ്സിലാക്കി ഇബാദത്തിന്റെ മുഴുവൻ ഇനങ്ങളും ആ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കുന്നവർ, അവർ വളരെ കുറച്ചേ മനുഷ്യരിലുള്ളൂ എന്നുള്ളത് ഈ വചനത്തിന്റെ തേട്ടം അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് സൂക്ഷിക്കപ്പെടുവാനും തഖ്വയിൽ മനുഷ്യർ സ്മരിച്ചും ഇബാദത്തെടുത്തും വിളിച്ചു പ്രാർത്ഥിച്ചും ജീവിക്കുവാൻ അർഹൻ അല്ലാഹുവാണ്. മനുഷ്യരുടെ ശുക്രിന് അർഹൻ, ഹംദിന് അർഹൻ. അള്ളാഹുവിന് മുമ്പിൽ തെറ്റുകുറ്റങ്ങൾ ഏറ്റു പറഞ്ഞ് മഗ്ഫിറത്തിന്, പാപമോചനത്തിന് തേടുവാൻ അർഹൻ അവൻ അള്ളാഹു, അവൻ മാത്രം. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ആളുകൾ മനസ്സിലാക്കേണ്ട വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാകുന്നു ഇബാദത്തിന് അർഹൻ, അവനാണ് സൂക്ഷിക്കപ്പെടേണ്ടവൻ. അഫഗൈറല്ലാഹി തത്തഖൂൻ, വിശുദ്ധ ഖുർആന്റെ ചോദ്യമാണ്, അല്ലാഹു അല്ലാത്തവരെയാണോ നിങ്ങൾ സൂക്ഷിക്കുന്നത്? ഇബാദത്തുകൾ കൊണ്ട്, പുണ്യകർമ്മങ്ങൾ കൊണ്ട്, ശുക്റുകൾ കൊണ്ട്, ഹംദുകൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പ്രത്യേകമാക്കി
അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കേണ്ടതുണ്ട് മനുഷ്യന്മാർ. നമ്മൾ കാലചക്രം കറങ്ങുന്നതിനനുസരിച്ച് മുന്നേറുന്നു. ഈ ദുനിയാവിൽ പലതും നമ്മൾ കാണുന്നു. ഇതെല്ലാം നയിക്കുന്നവനും നിയന്ത്രിക്കുന്നവനും അവൻ അള്ളാഹു മാത്രമാണ് എന്നുള്ളത് നമ്മൾ സമ്മതിക്കുന്നു. എങ്കിൽ നമ്മളിൽ നിന്നുള്ള ഇബാദത്തുകൾ അതെന്തിനാണ് നമ്മൾ അള്ളാഹു അല്ലാത്ത പടപ്പുകൾക്ക്, അവർ ആരാകട്ടെ, നബിമാരാകട്ടെ, വലിയുകളാകട്ടെ, വലിയത്തുകളാകട്ടെ, മറ്റു അള്ളാഹുവിന്റെ ഇതര പടപ്പുകളാകട്ടെ, നബിമാരെയും വലിയമാരെയും വലിയത്തുമാരെയും വരെ ആരാധിക്കപ്പെടുവാൻ പാടില്ല എങ്കിൽ അവരോട് വരെ ഇബാദത്തും ദുആയും ഇസ്തിഗാസയും ആകാൻ പാടില്ല എന്നുള്ളതാണ് ദീനിന്റെ സന്ദേശമെങ്കിൽ കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളു, മുരട്, മൂർക്കൻ പാമ്പ് വരെയുള്ള ഇതര പടപ്പുകളെ കുറിച്ച് പറയേണ്ടതില്ല. അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ, നമ്മൾ ഇബാദത്തുകൾ അത് അള്ളാഹുവിന് നിഷ്കളങ്കമാക്കി, അള്ളാഹുവിന് പ്രത്യേകമാക്കി വഴിപ്പെട്ട് ജീവിക്കുന്നതിന് ഈ ഒരു മാറ്റം നമ്മളെ അറിയിക്കുകയും ഉണർത്തുകയുമാണ്. രണ്ടാമത്തെ വിഷയം, ഒരു പുതുവർഷത്തെ സ്വീകരിക്കുമ്പോൾ നമ്മളുടെ പുരുഷായുസിന്റെ ഒരു ഭാഗം തീർന്നു, നമ്മൾ ഒന്നുകൂടി മരണത്തിലേക്കും ഖബറിലേക്കും അടുക്കുന്നു എന്നുള്ളതാണ്. ആത്മവിചാരണയുടെ ഒരു അവസരമാണിത്. കഴിഞ്ഞ ആഴ്ച ഉണർത്തിയതുപോലെ മനുഷ്യർ വിരല് കടിക്കുന്ന, ഖേദിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുന്ന ഒരു നാളെ മനുഷ്യന് വരാനുണ്ട്. ആ നാളെത്തിയാൽ മനുഷ്യന്മാർ അവിടെ വെച്ച് സങ്കടപ്പെട്ടതുകൊണ്ട് ഫലമല്ല, ദുഃഖിച്ചതിൽ കാര്യവുമില്ല. റബ്ബി ഇർജിഊൻ ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്. മനുഷ്യർ പരിതപിച്ച് അള്ളാഹുവിനോട് തേടുന്ന ഒരു മരണസമയവും അവസ്ഥയും മനുഷ്യനുണ്ട്, എല്ലാ മനുഷ്യനും. എന്താണ് മനുഷ്യൻ പറയാ? റബ്ബി ഇർജിഊൻ, റബ്ബേ എന്നെ മടക്കണം. അഥവാ പരലോക ജീവിതത്തിന്റെ ആദ്യഘട്ടമായ മരണത്തിന്റെ സക്രാത്തിന്റെ വേളയിൽ മനുഷ്യർക്ക് പടച്ചവനോട് തേടാനുള്ളതാണ്. മരണം ഉറപ്പാകുമ്പോൾ, മലക്കുൽ മൗത്ത് പിടികൂടുമെന്നുള്ളത് ബോധ്യപ്പെടുമ്പോൾ പരലോക കവാടത്തിൽ നിന്ന് ഭൗതികതയിലേക്ക് തിരിച്ചു മടക്കുവാൻ ആവശ്യപ്പെടുകയാണ്. എന്തിന്? ലഅല്ലി അഅമലു സാലിഹൻ ഫീമാ തറക്ത്. ഞാൻ ഉപേക്ഷ വരുത്തിയതിൽ, കൈയൊഴിച്ചതിൽ, ദുനിയാവിൽ സുഹൃതം പെരുപ്പിച്ച് സൽപ്രവർത്തികൾ അനുഷ്ഠിച്ച് ജീവിതം നയിക്കുന്നതിന് വേണ്ടി എന്ന ഭൗതികതയിലേക്കൊന്ന് മടക്കണമേ എന്ന് മനുഷ്യന്റെ റൂഹ് തൊണ്ടയിലേക്ക് വരുന്ന വേളയിൽ മനുഷ്യന്മാർ പറയും എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മനുഷ്യന്മാരെ ഉണർത്തുകയാണ്. ആ ഒരു സമയം വരുന്നതിന് മുമ്പ് ഇവിടെ വെച്ച് നമുക്ക് ആ രംഗത്തെ ആലോചിച്ച് നമ്മുടെ ഇന്നലകളേക്കാൾ, നമ്മുടെ ഇന്നും നാളേക്കും മാറ്റുകൂട്ടുവാൻ, നമ്മുടെ കഴിഞ്ഞ വർഷത്തേക്കാൾ നമ്മൾ സ്വീകരിക്കാനുള്ള ഈ വർഷത്തിന് ആത്മീയമായി ദീനീപരമായി അതിനെ അഭിവൃദ്ധിപ്പെടുത്തുവാൻ ഒരാലോചനക്കുള്ള സമയമാകുന്നു ഈ സമയമെല്ലാം. അവിടെ വെച്ച് നമ്മൾ അള്ളാഹുവിനോട് എത്ര വിനയാനിതമായി നിസ്സഹയനായി തേടിയാലും അത് ഫലപ്പെടുകയില്ല. കല്ലാ ഇന്നഹാ ഹുവ കലിമത്തുൻ, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല റബ്ബി ഇർജിഊൻ, ദുനിയാവിലേക്ക് മടക്കണമേ, ഞാൻ സൽപ്രവൃത്തികൾ അനുഷ്ഠിക്കട്ടെ എന്നുള്ള ആ തേട്ടം അതൊരിക്കലും പരിഗണിക്കുകയില്ല, അത് സ്വീകരിക്കുകയില്ല. അതൊരു വൃഥാ വാക്ക് മാത്രമാണ്. പിന്നെയോ ഇനി ദുനിയാവിലേക്ക് മടക്കലല്ല, പിന്നെയോ വമിൻ വറാഇഹിം ബർസഖുൻ, ഇനി ബർസഖാണുള്ളത്. ബർസഖ് എന്ന് പറഞ്ഞാൽ ഇലാ യൗമി യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരേക്കുമുള്ള, മരണത്തിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും ഇടയിലുള്ള ഘട്ടമാണ്. ആ ബർസഖിൽ ഖബർ ജീവിതമാണ്. ഖബർ ജീവിതത്തിൽ വിശ്വാസിക്ക് അനുഗ്രഹീതമായിട്ടുള്ള ജീവിതമാണ്. പാപിക്കും അവിശ്വാസിക്കും പരീക്ഷണത്തിന്റെയും
ശിക്ഷകളുടെയും നാളുകളുമാണ്. ആ ബർസഖാണുള്ളത് ഒരിക്കലും ഭൗതികതയിലേക്ക് മടക്കപ്പെടുകയില്ല, ആ ആവശ്യം പരിഗണിക്കപ്പെടുകയില്ല എന്നുള്ളതാണ്. ഫൈദാ നുഫിഖ ഫിസ്സൂർ ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ വലഹും യതസാഅലൂൻ. ബർസഖ് കഴിഞ്ഞാൽ പിന്നീട് കാഹളത്തിൽ ഊതപ്പെട്ട് അന്ത്യനാൾ സംഭവിക്കലായി. അന്ത്യനാൾ സംഭവിച്ചാലോ? അന്ത്യനാൾ സംഭവിച്ചാൽ കുടുംബ ബന്ധങ്ങൾ അതൊരിക്കലും അവിടെ ഫലപ്പെടുകയില്ല. പല അൻസാബ ബൈനഹും യൗമഇദിൻ. അന്ത്യനാൾ സംഭവിച്ചാൽ വാപ്പയും മക്കളും, അതേപോലെ തന്നെ ഉമ്മയും മക്കളും, ജ്യേഷ്ഠാനുജന്മാർ, സഹോദര സഹോദരികൾ, ഭാര്യ ഭർത്തൃ, ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും അവിടെ ഉപകാരപ്പെടുകയില്ല. അവിടെ നഫ്സി നഫ്സി എന്നുള്ളതാണ്. ഓരോരുത്തരും തന്നെ നഫ്സിനെ വിളിച്ചിട്ടുള്ള വിളിയാളമാണ്. വല ഭൂമിയത്തസാലും, അന്യോന്യം ചോദിച്ചന്വേഷിക്കുന്ന, വിവരങ്ങൾ ചോദിക്കുന്ന, സ്ഥിതിവിശേഷം പോലുമില്ലാത്ത അന്ത്യനാൾ മാത്രമാണുള്ളത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്തു വേണം? മനുഷ്യർ മരണസമയം എത്തിയാൽ അള്ളാഹുവിനോട് ദുനിയാവിലേക്ക് മടക്കപ്പെടുവാൻ ആവശ്യപ്പെടും. സുഹൃതങ്ങൾ പെരുപ്പിക്കുവാൻ ഒരു അവസരം അള്ളാഹു നൽകാൻ ആവശ്യപ്പെടും. പക്ഷേ അള്ളാഹു പറയുന്നത് ദുനിയാവിലേക്ക് മടക്കപ്പെടുകയില്ല. അജലെത്തിയാൽ അള്ളാഹുവിന്റെ അലംഘനീയമായ തീരുമാനം, മരണം, അതിന് കീഴ്പ്പെട്ടേ മതിയാകൂ. ഭൗതികതയിലേക്ക് മടക്കപ്പെടുകയില്ല. പിന്നെയോ ബർസഖാണുള്ളത്, ഖബർ ജീവിതമാണുള്ളത്. ഖബർ ജീവിതത്തിനപ്പുറം ഉയർന്ന ഇതേബിന്റെ നാളും വിചാരണയും രക്ഷശിക്ഷയുമാണുള്ളത്. ഖേദിച്ച് ദുഃഖിച്ച് അള്ളാഹുവിനോട് മടക്കപ്പെടുവാൻ തേടുന്നതിന് മുന്നോടിയായി അള്ളാഹു നമുക്ക് ആയുസ് നീട്ടി നൽകിയിട്ടുണ്ട്. പല നാളുകൾ അള്ളാഹു നമുക്ക് ദുനിയാവിൽ നൽകിയിട്ടുണ്ട്, പല വർഷങ്ങളെ നൽകിയിട്ടുണ്ട്. ആലോചിക്കുവാനും ചിന്തിക്കുവാനുമുള്ള അവസരങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച് നൽകിയിട്ടുണ്ട്. അവിടെ തേടുന്നതിന് പകരം ആ തേട്ടം ആലോചിച്ച് ഈ ദുനിയാവിനെ ഓരോരുത്തരും അനുഗ്രഹീതമാക്കുവാൻ, ധന്യമാക്കുവാൻ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഇവിടെ വെച്ച് ആലോചിക്കുക, കഴിഞ്ഞു പോയ നാളുകൾ എങ്ങനെ ചെലവഴിച്ചു, വരാനിരിക്കുന്ന നാളുകൾ എങ്ങനെ ചെലവഴിക്കണം, ഇന്നലകളിൽ ഞാൻ ആരായിരുന്നു, അതുപോലെയാകണമോ എന്റെ നാളുകളിലും എന്നുള്ളത് ഇപ്പോൾ ആലോചിക്കുക. അതാണ് നമ്മുടെ ഖത്തീബ് നമ്മളെ ഉണർത്തിയത്. മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം കടുത്ത പരീക്ഷണങ്ങളുടെ നാളുകളാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. നാടുകളിൽ ശത്രുവിന്റെ മേൽക്കോയ്മ, ആഭ്യന്തര കലാപങ്ങൾ, പ്രശ്നങ്ങൾ, രൂക്ഷമായ സ്ഥിതിവിശേഷങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ, ഇങ്ങനെ പല പ്രശ്നങ്ങൾ, വൈയക്തികമായ പ്രശ്നങ്ങൾ, കുടുംബപരമായ പ്രശ്നങ്ങൾ, രാഷ്ട്രങ്ങളിൽ പൊതുവിലുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെ പല പ്രശ്നങ്ങളും. ഇതിനൊരു ചികിത്സയും മരുന്നും എന്താണ് പറയുവാനുള്ളത്? അത് നമ്മൾ കേൾക്കുകയുണ്ടായി. സത്യസന്ധമായി, നിഷ്കളങ്കമായി മുസ്ലിമീങ്ങൾ അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ കിതാബിലേക്കും സുന്നത്തിലേക്കും മടങ്ങുകയാണ് പ്രശ്നത്തിനുള്ള പരിഹാരം. മുസ്ലിം ഉമ്മത്ത് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ, അതിന് പരിഹാരം കിതാബിലേക്കും സുന്നത്തിലേക്കുള്ള മടക്കം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വിട്ടേച്ചു പോയത് അള്ളാഹുവിന്റെ കിതാബും തിരുദൂതരുടെ സുന്നത്തുകളുമാണ്. തറക്തു ഫീക്കും അംറൈൻ ലൻ തദില്ലു, രണ്ട് കാര്യം ഞാൻ നിങ്ങളിൽ വിട്ടേക്കുന്നു, നിങ്ങൾ ഒരിക്കലും പിഴക്കുകയില്ല. എപ്പോൾ? മാ ഇൻ തമസ്സക്തും ബിഹിമാ, ഞാൻ വിട്ടേച്ചു പോകുന്ന, നിങ്ങളിൽ ഞാൻ നൽകി പോകുന്ന ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം. കിതാബ് അല്ലാഹ്, ഒന്ന് അള്ളാഹുവിന്റെ കിതാബ്, അത് വിശുദ്ധ ഖുർആൻ. വസുന്നത്തി, രണ്ടാമത്തേത് എന്റെ സുന്നത്ത്, അല്ലെങ്കിൽ വസുന്നത്ത റസൂലിഹി, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത്. ഇവ മുറുകെ പിടിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയ്യത്തോതി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരലോകയാത്രയിലായി. നമ്മൾ പിഴക്കാതെ, നമ്മൾ മാർഗഭ്രംശികളാകാതെ, തെറ്റാതെ ജീവിച്ചാലാണ് അള്ളാഹുവിൽ നിന്നുള്ള ഇസ്സത്തും
അള്ളാഹുവിൽ നിന്നുള്ള സഹായവും അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള രക്ഷയും നജാത്തും നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള രക്ഷയും ഇസ്സത്തും ലഭിക്കാൻ നമ്മൾ നേർവഴിയിൽ പിഴക്കാതെ പോകണം. പിഴക്കാതെ പോകണമെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തും മുറുകെ പിടിച്ച് പഠിച്ച് പ്രാവർത്തികമാക്കി അത് പഠിപ്പിച്ച് ജീവിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമുക്ക് ഈ ദുനിയാവിൽ ഉണ്ടാകണം. അബ്ദു അലൈഹ ബിൻ നവാജിദ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ കുറിച്ച് പറഞ്ഞത് നിങ്ങളുടെ അണപ്പല്ലുകൾ കൊണ്ട് നിങ്ങൾ അവ മുറുകെ പിടിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിൽ കൈമോശം വന്നു പോകരുത്, അതിൽ കുറവ് വരുത്തുന്ന, അത് പാഴാക്കി കളയുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസീയത്ത്. എന്ന് മുസ്ലിം സമുദായം കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും വിമുഖരായിട്ടുണ്ടോ, അതിൽ അമാന്തിക്കുന്നവരായിട്ടുണ്ടോ, അത് പ്രാവർത്തികമാക്കുന്നതിൽ പഠിക്കുന്നതിൽ അലസരായിട്ടുണ്ടോ, അന്നെല്ലാം ശത്രുവിന്റെ മേൽക്കോയ്മ മുസ്ലിം സമൂഹത്തിന് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ കിതാബിലേക്കും ദൂതരുടെ സുന്നത്തുകളിലേക്കും സത്യസന്ധമായിട്ടുള്ള മടക്കം എല്ലാ വിഷയങ്ങളിലും മുസ്ലിമീങ്ങൾക്കുണ്ടോ എങ്കിൽ അത്തരം മുസ്ലിമീങ്ങളെ തേടിയാണ് അള്ളാഹുവിന്റെ സഹായവും അള്ളാഹുവിൽ നിന്നുള്ള പ്രതാപവും ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു വിഷയം, ഒരു പുതുവർഷത്തിന്റെ പുലരിയിൽ മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ഉറ്റാലോചിക്കുവാനും പഠന വിധേയമാക്കുവാനുമുള്ളത് ചരിത്രം കണ്ട ഏറ്റവും വലിയ ഒരു സംഭവമാണ്. എന്താണ് ചരിത്രം കണ്ട ഏറ്റവും വലിയ സംഭവം? അതാണ് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജറ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പലായനം. ഹിജറ എല്ലാ ചരിത്ര സംഭവങ്ങളെ പോലെയുള്ള ഒരു ചരിത്ര സംഭവമല്ല. പ്രത്യുത ഹിജറ അത് അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ, അള്ളാഹുവിലുള്ള പ്രതീക്ഷയുടെ, അള്ളാഹുവിന്റെ സംരക്ഷണത്തിലും സഹായത്തിലുമുള്ള ദൃഢബോധത്തിന്റെ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സമർപ്പണത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണവും അതിനുള്ള ഏറ്റവും നല്ല തിരുദൂതരുടെ മാതൃകയുമാണ്. അള്ളാഹുവിനെ ആര് മുറുകെ പിടിക്കുന്നുവോ അവനെ അള്ളാഹു കയ്യൊഴിക്കുകയില്ല എന്നുള്ളതിന്റെ ചരിത്ര സാക്ഷ്യം. അള്ളാഹുവിനെ ആര് സമർപ്പിക്കുന്നുവോ അവരുടെ സമർപ്പണം കബൂലാക്കപ്പെടും എന്നതിന്റെ ചരിത്രം. അള്ളാഹുവിൽ ആര് പ്രതീക്ഷ പുലർത്തുന്നുവോ അവനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നിരാശപ്പെടുത്തുകയില്ല എന്നതിന്റെ ചരിത്ര സാക്ഷ്യം. അള്ളാഹുവിന് വേണ്ടി ചിലവഴിക്കുവാൻ മുസ്ലിം ഉമ്മ ഒരുക്കമാണ് എങ്കിൽ ആ മുസ്ലിം ഉമ്മക്ക് മേൽക്കോയ്മയും സ്വാധീനവും ആധിപത്യവും ഭരണവും അള്ളാഹു കനിയും എന്നതിന്റെ ചരിത്രം ഇസ്ലാമിക സാഹോദര്യത്തിന്റെ ഏറ്റവും സുന്ദരമായ രൂപം ലോകർക്ക് പൊതുവിലും മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകിച്ചും സമ്മാനിച്ച ചരിത്ര സംഭവം അതത്രേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജറ. മക്ക നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അവിടുത്തെ സഹാബികൾക്കും ഏറെ ഇഷ്ടപ്പെട്ട ഭൂഖണ്ഡമായിരുന്നു. മക്കയിലാണ് കഅബയുള്ളത്, അവിടെയാണ് മസ്ജിദ് ഉള്ളത്. അള്ളാഹു വാനങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച നാളിൽ അള്ളാഹു പവിത്രത പറഞ്ഞ ഭൂപ്രദേശമാണ് ഹറം. ഹൃദയത്തിന് ഏറ്റവും ഇണക്കപ്പെട്ട, ഹൃദയത്തിൽ ഏറ്റവും വശ്യമായ ഒരിടം അള്ളാഹുവിന് വേണ്ടി, ദീനിനു വേണ്ടി ഉപേക്ഷിച്ച് ആ മണ്ണിൽ നിന്ന് പലായനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെയാണ് ജനിച്ച വീടുള്ളത്, ജനിച്ചു വളർന്ന സ്ഥലമുള്ളത്, അവിടെയാണ് ഉറ്റവരും ഉടയവരുമുള്ളത്, അവിടെയാണ് ജീവിതത്തിന്റെ സമ്പാദ്യങ്ങളുള്ളത്, അവിടെയാണ് ബന്ധുക്കളും കൂട്ടുകാരും ബന്ധുമിത്രാദികളും എല്ലാവരും ഉള്ളത്. ആദർശത്തിനു വേണ്ടി, അള്ളാഹുവിന് വേണ്ടി, ദീനിനു വേണ്ടി അതെല്ലാം മാറ്റിവെച്ച് ഒഴിവാക്കി പലായനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതാണ് ഹിജറയിൽ
നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പകലിന്റെ ചൂടിൽ തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാന്റെ വീട്ടിലേക്ക് വന്ന് അബൂബക്കർ റളിയല്ലാഹു തആലാനോട് നമുക്ക് ഹിജ്റക്ക് അനുവാദം നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ സന്തോഷത്താൽ അബൂബക്കർ റളിയല്ലാഹു തആലാന് കരയുകയുണ്ടായി. എനിക്കും നിങ്ങളുടെ കൂടെ ഹിജ്റ പോകുവാൻ സുഹബത്തിന് അവസരമുണ്ടോ എന്ന് ചോദിച്ചാണ് അബൂബക്കർ റളിയല്ലാഹു തആലാന് കരഞ്ഞത്. ഹിജ്റക്ക് അള്ളാഹു പറഞ്ഞപ്പോൾ തന്റെ മക്കളെ ആയിഷയെയും അസ്മയെയും തന്റെ മാതാപിതാക്കളെ അബൂ ഖുഹാഫയെയും അതേപോലെ ഉമ്മുൽ ഖൈറിനെയും അതേപോലെ സമ്പാദ്യത്തെ വീടിനെ ഒക്കെ വിട്ടേച്ച് മദീനയിലേക്ക് പലായനം ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൽ കരഞ്ഞത് ഇതെല്ലാം നഷ്ടപ്പെടുമെന്നതിലായിരുന്നില്ല. പ്രത്യുത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഹബത്തിലൂടെ ഒരു പലായനത്തിന് അള്ളാഹുവിൽ നിന്നുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു എന്നതിലാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരയുകയുണ്ടായത്. സമർപ്പണത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു പാഠം നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റക്കൊരുങ്ങുമ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടും പരിസരവും തിരുനബി വിടുകയാണ്. അതേപോലെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളെ മക്കയിൽ വിടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടകളിൽ 2 പേർ അവർ മക്കയിൽ ഉപേക്ഷിക്കപ്പെടുകയാണ്. എന്നിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പലായനം. അതിൽ അപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കയും കഅബയും. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റയ്ക്ക് വേണ്ടി 4 അടി വെച്ച് കഅബയിലേക്ക് തിരിഞ്ഞു നിന്ന് മക്കയെ വിളിച്ചുകൊണ്ട് പറയുന്നത്, മക്ക അള്ളാഹുവിന്റെ ഭൂമിയുടെ പരപ്പിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭൂഖണ്ഡം നീയാണ് എന്നുള്ളത് നിനക്കറിയാം. നിന്റെ ജനത നിന്നിൽ നിന്ന് എന്നെ ഇറക്കിയില്ലായിരുന്നുവെങ്കിൽ നീയല്ലാത്ത ഒരു ഭൂഖണ്ഡത്തെ അന്തി ഉറങ്ങുവാൻ ഞാൻ തെരഞ്ഞെടുക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കണ്ണീർ വാർത്ത് ഭാരിച്ച കാൽവെപ്പുകളുമായി പ്രവാചകൻ സൗർ മലയെ നോക്കി അതിനു നേരെ ഹിജ്റ പുറപ്പെടുകയുണ്ടായത്. എത്ര സംഭവങ്ങൾ ഹിജ്റയുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിക്കുവാൻ സാധിക്കും. അള്ളാഹുവിനു വേണ്ടി, ദീനിനു വേണ്ടി, ആദർശത്തിന് വേണ്ടി സമർപ്പിച്ചതിന്റെ ചരിത്രം. അതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാവലേകുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രക്ഷ പ്രദാനം ചെയ്യുകയും സഹായം ചൊരിയുകയും ചെയ്തതിന്റെ ചരിത്രം. ഉമ്മുൽ മുഅ്മിനീൻ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ ഹിജ്റയിൽ അവർ തനിച്ചായിരുന്നു അവരുടെ മക്കയിൽ നിന്നുള്ള മദീനയിലേക്കുള്ള പലായനം. ഭർത്താവിനോടൊപ്പം മകനോടൊപ്പമായിരുന്നു അവരുടെ പുറപ്പാടെങ്കിലും ഭർത്താവിന്റെയും മകന്റെയും കൂടെയുള്ള പലായനം അവർക്ക് നിഷേധിക്കപ്പെടുകയാണ്. ഭർത്താവ് ഹിജ്റ പോയി 1 വർഷം കഴിഞ്ഞതിൽ പിന്നെയാണ് ഉമ്മു സലമ റളിയല്ലാഹു തആല ഹിജ്റ പോകുന്നത്. ഒരു സ്ത്രീ കാൽനടയായി മദീനയുടെ വഴിയെ മണൽ പരപ്പിനെയും മൂകമായ മലകളെയും തന്റെ കാൽക്കീഴിലും പാർശ്വങ്ങളിലും നിർത്തിയുള്ള യാത്രയാണ്. ഉസ്മാൻ ഇബ്നു തൽഹ എന്ന് പറയുന്ന മുശ്രിക്കായ മനുഷ്യൻ ഈ രംഗം കാണുകയാണ്. ഉമ്മു സലമയെ കണ്ട ഉസ്മാൻ ഇബ്നു തൽഹ മുസ്ലിം അല്ല ചോദിക്കുകയാണ്, നിങ്ങൾ എവിടേക്ക് പോകുന്നു? എന്താണ് തനിച്ചുള്ള ഈ യാത്രയിൽ നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുമ്പോൾ, ഞാൻ മദീനയിലേക്ക് പോകുന്നു, യസ്രിബിലേക്ക് പോകുന്നു, അവിടെയാണ് അള്ളാഹുവിന്റെ റസൂലുള്ളത്, അവിടെയാണ് എന്റെ ഭർത്താവുള്ളത് എന്ന് പറയുമ്പോൾ ആ മുശ്രിക്ക് പോലും സ്തബ്ധചിത്തനാവുകയാണ്. മാലകി മിൻ മത്രക്, നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ ഒറ്റയ്ക്ക് പോകുവാൻ സമ്മതിക്കുകയില്ല എന്ന് പറഞ്ഞ് ഉസ്മാൻ ഇബ്നു തൽഹ തന്റെ ഒട്ടകത്തെ മുട്ടുകുത്തിപ്പിച്ച് അതിന്മേൽ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെ കയറിയിരിക്കാൻ ആവശ്യപ്പെട്ട് ഉസ്മാൻ ഇബ്നു തൽഹയാണ് പിന്നീട് അദ്ദേഹം കാൽനടയായി ഉമ്മു സലമ അദ്ദേഹത്തിന്റെ ഒട്ടകപ്പുറത്തായിട്ട് നീണ്ട യാത്ര മദീനയിലേക്ക് നിർവഹിക്കുന്നത്. ഖുബയുടെ അരികിലെത്തി ഉസ്മാൻ ഇബ്നു തൽഹ ഒട്ടകത്തെ വീണ്ടും മുട്ടുകുത്തിച്ചു ഉമ്മു സലമയോട് ഇറങ്ങാൻ ആവശ്യപ്പെട്ട് മദീനയിലേക്കുള്ള മസ്ജിദ് നബവിയുടെ അടുക്കലേക്ക് ചൂണ്ടിക്കാണിച്ച് അവിടെയാണ് നിങ്ങളുടെ യാത്രയുടെ ലക്ഷ്യമുള്ളതെന്ന് പറഞ്ഞ് ഉസ്മാൻ ഇബ്നു തൽഹ മടങ്ങുകയാണ് ചെയ്തത്. ഒരു മഹദി നാളുകൾ നീളുന്ന പലായനം, തനിച്ചുള്ള പലായനം, ഇത് നിർവഹിക്കണമെങ്കിൽ അവരുടെ ഹൃദയം കൊണ്ടു നടന്ന ആദർശത്തിന്റെ വലിപ്പം എത്രയാണ്,
അവരുടെ സമർപ്പണത്തിന്റെ വീര്യം അതെത്രയാണ്? ഇതൊക്കെ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നാടും വീടും കുടുംബവും ബന്ധുമിത്രാദികളുമൊക്കെ ആദർശത്തിനു വേണ്ടി, അള്ളാഹുവിന് വേണ്ടി, ദീനിനു വേണ്ടി സമർപ്പിച്ച്, തനിക്ക് സ്വാർത്ഥമായതെല്ലാം അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ച് ജീവിച്ചതിന്റെ കാരണത്താൽ അവരെ തേടിയെത്തി വിജയവും, അവരെ തേടിയെത്തി അള്ളാഹുവിൽ നിന്നുള്ള സഹായവും, അവരെ ആഖിറത്തിൽ കാത്തു കഴിയുന്നത് ഈ ദുനിയാവിൽ അവർ നേടിയതിനേക്കാൾ മഹത്തരമായതാണ്. മുസ്ലിം ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ എല്ലാവരുടെയും വ്യക്തിപരമായാകട്ടെ കുടുംബപരമായാകട്ടെ സമൂഹം മൊത്തത്തിലാകട്ടെ അവരുടെ ഇജ്ജത്ത് കുടിക്കൊള്ളുന്നത് ഈ ആദർശവും ദീനും മുറുകെ പിടിച്ച് ജീവിക്കുന്നതിലാണ്, അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നതിലാണ്. ആദർശം അതായിരിക്കണം, എയിം, ലക്ഷ്യം. അതിനപ്പുറം ഒരു വികാരങ്ങളും ഒരു ചിന്തയും മുസ്ലിമിന് അവന്റെ പ്രധാന ലക്ഷ്യമാവുവാൻ പാടുള്ളതേയല്ല. അള്ളാഹുവിൽ നിന്നുള്ള സഹായം, അള്ളാഹുവിന് വേണ്ടി, അവന്റെ ദീനിനു വേണ്ടി ജീവിക്കുന്നവർക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, മുസ്ലിമീങ്ങളുടെ ഹിജ്റയിൽ നിന്ന് മുസ്ലിം പഠിക്കേണ്ടതായ മുസ്ലിമീങ്ങളുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട, ഇസ്ലാമിക വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അഥവാ ഉമർ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിലാണ് മുസ്ലിമീങ്ങൾക്ക് ഒരു ചരിത്ര സംഭവത്തെ ആസ്പദമാക്കിയിട്ട് കാലം കണക്കാക്കുന്ന, ചരിത്രം കുറിക്കുന്ന തീയതിയും മറ്റുമൊക്കെ തീരുമാനിക്കപ്പെട്ടത്. ഉമർ റളിയല്ലാഹുവിന്റെ ഖിലാഫത്തിൽ ഏതൊരു സംഭവത്തെ ആസ്പദമാക്കിയിട്ട് നമുക്ക് വർഷം കുറിച്ചു തുടങ്ങണമെന്നുള്ളതിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയാകട്ടെ ആ ചരിത്ര സംഭവം എന്ന് ഉണർത്തപ്പെടുകയും അന്ന് മുസ്ലിമീങ്ങൾ ഐക്യകണ്ഠേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയെ ആസ്പദമാക്കിയിട്ട് ഹിജ്റ വർഷം 1, ഹിജ്റ വർഷം 2 ഇങ്ങനെ വർഷം കണക്കാക്കി തുടങ്ങുകയുണ്ടായി. അന്ന് വർഷം കണക്ക് കൂട്ടുന്ന പല സംഭവങ്ങളും നിലവിലുണ്ടായിരുന്നു. ആനക്കലഹ സംഭവം, അതേപോലെ തന്നെ ബുആസ് സംഭവം തുടങ്ങി പല സംഭവങ്ങളെയും മുഖവിലക്കെടുത്ത് വർഷം കണക്ക് കൂട്ടിയിരുന്നു. പക്ഷേ ഉമർ റളിയല്ലാഹു തആല അൻഹു അതിനെ എല്ലാത്തിനെയും മാറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയെ പരിഗണിച്ച് ആ ഹിജ്റ മുസ്ലിമീങ്ങൾ കാലാകാലങ്ങളിൽ അയവിറക്കുന്ന രീതിയിൽ അങ്ങനെയാണ് ഹിജ്റ വർഷത്തിന് കണക്ക് കൂട്ടുവാനുള്ള തീരുമാനം ഉണ്ടായത്. ഇതിൽ ഒരു മുസ്ലിം ഇസ്ലാമിക വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്നതിനെ കുറിച്ചുള്ള വലിയ പാഠമാണുള്ളത്. ഇന്ന് പല മുസ്ലിമീങ്ങൾക്കും ഹിജ്റ വർഷം ഇത് എത്രയാണ് എന്ന് പോലും അറിയില്ല. ഒരു കാലം കുറിക്കുന്ന അല്ലെങ്കിൽ ഒരു നാളെണ്ണുന്ന വിഷയത്തിൽ ഹിജ്റ വർഷത്തിൽ ഡേറ്റ് എത്രയാണ്, തീയതി എത്രയാണ് എന്നുള്ളത് പോലും അറിയാത്ത ഒരു സ്ഥിതിവിശേഷമാണ് പല മുസ്ലിമീങ്ങൾക്കും ഉള്ളത്. മുസ്ലിമീങ്ങൾ ഇസ്ലാമികമായിട്ടുള്ള വ്യക്തിത്വങ്ങൾ പലതും നഷ്ടപ്പെടുത്തി എന്നതിന്റെ കൂടി ഒരു ചരിത്രം നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ ഉണ്ട്. അതൊരു കാലം കുറിക്കുന്ന വിഷയം അല്ലെങ്കിൽ തീയതി കുറിക്കുന്ന വിഷയം, അത് മുസ്ലിമീങ്ങളുടെ അവസ്ഥ നോക്കിയിട്ടുണ്ടെങ്കിൽ, മൊത്തത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അതൊരു നിസ്സാരമായിട്ടുള്ള വിഷയമാണിന്ന്. കാരണം വിശ്വാസ വിഷയങ്ങൾ തന്നെ അമുസ്ലിമിന്റേത് കൊണ്ട് നടക്കുന്ന, അതിൽ അമുസ്ലിമീങ്ങളുടെ അനുകരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഭൂരിപക്ഷം മുസ്ലിമീങ്ങൾക്കുമുള്ളത് എങ്കിൽ പിന്നെ തീയതിന്റെ വിഷയം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല. വിശ്വാസപരമായി തന്നെ മുസ്ലിമീങ്ങളിൽ വലിയ അപകടങ്ങളാണ്. അമുസ്ലിമീങ്ങളുടെ ആചാരങ്ങളെ കടമെടുത്താണ് പല ആരാധനാ രീതികളും മുസ്ലിമീങ്ങൾ കൊണ്ട് നടക്കുന്നത്. അത് ഖേദകരമായിട്ടുള്ള ഒരു വിഷയം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമുസ്ലിമീങ്ങളെ അനുകരിച്ചും അമുസ്ലിമീങ്ങളോട് സദൃശരായും മുസ്ലിം ഉമ്മത്ത് ജീവിക്കുന്ന ഒരു ഭാവിയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ലതത്തബിഉന്ന
സനന മൻ കാന ഖബ്ലകും ഹദ്ദൽ ഖുസ്സതി ബിൽ ഖുസ്സ ഹത്താ ലൗ ദഖലു ജുഹ്റ ദുബ്ബിൻ ലദഖൽതുമു. പൂർവികരുടെ മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി മുന്നറിയിപ്പ് നൽകി. ഹദ്വൽ ഖസ്സ ബിൽ ഖുസ്സ അല്ലെങ്കിൽ ഹദ്വൽ ഖുസ്സ ബിൽ ഖുസ്സ എന്ന് പറഞ്ഞാൽ രണ്ട് അമ്പുകൾ നേരെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഏതു രണ്ട് ഒരേപോലുള്ള അമ്പുകൾ നേരെ വെച്ചാൽ എത്രമാത്രം ഇത് രണ്ട് സദൃശ്യമാണ്. അതേപോലെ അന്യ മതക്കാരെ പൂർവ്വകാലത്തുള്ളവരെ നിങ്ങൾ പിൻപറ്റുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. മാളങ്ങളിൽ ഏറ്റവും ചെറിയ മാളാണ് ഉടുമ്പിന്റെ മാളം. ചെറിയ മാളത്തിൽ വരെ ഉടുമ്പിന് കയറാൻ പറ്റും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ ചൂണ്ടിയാണ് പറയുന്നത്, ഹത്താ ലൗ ദഖലു ജഹ്റ ദുബ്ബിൻ ലദഖൽതുമു. ഒരു ഉടുമ്പിന്റെ മാളത്തിൽ അന്യമതക്കാർ പൂർവ്വകാലത്തുള്ളവർ പ്രവേശിച്ചത് നിങ്ങൾ കണ്ടാൽ അതിൽ വരെ നിങ്ങൾ പ്രവേശിക്കും. അത്രമാത്രം പൂർവ്വകാലത്തുള്ള ജൂത ക്രൈസ്തവരായ ആളുകൾ അവര് നിങ്ങൾ സാദൃശ്യപ്പെട്ട് ജീവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായിട്ടുണ്ട്. അതിന്റെ പുലർച്ചെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അമുസ്ലിമീങ്ങളുടെ ആചാരങ്ങളും അതേപോലെ തന്നെ അമുസ്ലിമീങ്ങളുടെ ആഘോഷങ്ങളും അമുസ്ലിമീങ്ങളുടെ ആരാധനാ രീതികളും അതിൽ വരെ ഒരു ആദർശ രോഷം നഷ്ടപ്പെട്ട സമൂഹം അതിനെ കടമെടുത്ത് ആദർശമായിട്ട് കൊണ്ടു നടക്കുന്ന സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ സാധിക്കും പല രംഗങ്ങളിലും. ഉമർ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിൽ നടന്ന ഒരു സംഭവം നമ്മൾ കേൾക്കുകയുണ്ടായി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിൽ ബൈത്തുൽ മഖ്ദിസ് വിജയിച്ചടക്കുവാൻ വേണ്ടിയിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ മദീനയിൽ നിന്ന് ഫലസ്തീനിലേക്ക് ക്ഷണിക്കപ്പെടുകയുണ്ടായി. ഫലസ്തീനിൽ ക്രിസ്തീയ പുരോഹിതന്മാരും അതേപോലെ തന്നെ അവിടുത്തെ പണ്ഡിതന്മാരുമൊക്കെ അണിനിരന്ന് നിൽക്കുകയാണ് ബൈത്തുൽ മഖ്ദിസിനെ സുൽഹിലൂടെ സന്ധിയിലൂടെ മുസ്ലിമീങ്ങൾക്ക് ഏൽപ്പിക്കുന്നതിന് വേണ്ടി. പക്ഷെ അവർ നിബന്ധന വെച്ചു, ഭരണാധികാരി ഉമർ വരണം എന്നുള്ളത്. അങ്ങനെ ഉമർ തന്റെ ഒരടിമയോടൊപ്പം ഒട്ടകപ്പുറത്ത് വരുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ധരിച്ചിരുന്നതായ വസ്ത്രം പല കഷ്ണം വെച്ച് ഏച്ച ഒരു വസ്ത്രവും അതേപോലെ തന്നെ ഒരടിമയുമായിട്ടാണ് വരുന്നത്. പരിവാരങ്ങളില്ല, കാവൽക്കാരില്ല, കാവൽ ഭടന്മാരില്ല, ആയുധങ്ങൾ ഏറെ വഹിക്കപ്പെട്ടൊരു സ്ഥിതിവിശേഷമല്ല. വളരെ വിനയാനിതമായിട്ട് ഉമർ വരുമ്പോൾ ഫലസ്തീനിൽ എത്തുന്നതിന് മുമ്പ് ഉമർ വരുന്ന വഴിയിൽ ഒരു ചളിയും അതേപോലെ തന്നെ വഴിയിൽ ചില ദുർഘടങ്ങളുമാണ്. ഉമർ ആ ചളിയും ദുർഘടവും താണ്ടിയാണ് വരുന്നത്. ആ വഴിയിൽ നിന്ന് കുറെ ചളി ഉമറിന്റെ ശരീരത്തിൽ പറ്റി, വസ്ത്രത്തിലും പറ്റി. വരുമ്പോൾ ഉമർ റളിയല്ലാഹു തആല അൻഹു ഒട്ടകക്കയറ് പിടിച്ച് അടിമയെ ഒട്ടകപ്പുറത്തിരുത്തി ഉമറാണപ്പോൾ ഒട്ടകത്തെ നയിച്ചു വരുന്നത്. ഇത് കണ്ടപ്പോൾ ഉമറിനെ പ്രതീക്ഷിച്ച് അവിടെ കഴിയുന്നവർ വളരെ വലിയ വിശ്വാസത്തിലും വിചാരത്തിലുമാണുള്ളത്. ഉമർ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ഞെട്ടി വിറക്കുന്ന ഒരു കഥാപാത്രമാണ്, പേടിച്ചു പോകുന്ന കഥാപാത്രമാണ്. യാമൻ റഅ ഉമറ തക്സൂഹു ബുർദതുഹു വസൈതു ഉദ്മുല്ലഹു വൽകൂഖ് മഅവാഹു യസ്തസ്സു കിസ്റ അലാ കുർസിയിഹി ഫറഖ മിൻ ബഅസിഹി വമുലൂഖു റൂമി തഖ്ശാഹു. ഉമറിനെ കാണുമ്പോൾ ഉമറിന്റെ കൂട്ടാൻ എണ്ണയാണ്. ഉമർ വസ്ത്രമായിട്ട് എടുത്തിട്ടുള്ളത് ഉമറിന്റെ പുതപ്പാണ്. വൽകൂഖ് മഅവാഹു ചെറ്റക്കുടിലാണ് ഉമറിന്റെ അഭയവും ഉമറിന്റെ പാർക്കലും. എങ്കിലും റോമയിലെയും റോമ ഭരണാധികാരികളും അതേപോലെ പേർഷ്യൻ ഭരണാധികാരികളുമൊക്കെ ഉമറിനെ കേൾക്കുമ്പോൾ ഭയപ്പാടിലും പേടിയിലുമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭരണാധികാരിയെ അവർ കാത്തിരിക്കുമ്പോൾ ഈ കോലത്തിലാണ് ആ ഭരണാധികാരിയുടെ വരവ്. മുസ്ലിമീങ്ങളിൽ ചിലർക്ക് അതിൽ പ്രയാസമുണ്ടായി. അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു തആല അൻഹു ഉമറിനെ മുഖം കാണിച്ചുകൊണ്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ ആഗമനത്തിൽ വലിയ അഭിമാനത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ ചളിയിൽ പുരണ്ട് ഈ വസ്ത്രവിധാനത്തിൽ ഒട്ടകക്കയറും പിടിച്ചു വന്നതിൽ ഒരു പ്രയാസം എന്ന് പറഞ്ഞപ്പോൾ ഉമർ കല്ല് പെറുക്കി അവരുടെ നേരെ എറിയുകയും അബൂ ഉബൈദയോട് പറഞ്ഞു, അബൂ ഉബൈദ, നിങ്ങളല്ലാത്ത മറ്റൊരാളാണ് ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ. കാരണം അബൂ ഉബൈദയും ഉമറിനെ പോലെ ആദ്യകാലത്ത് ഇസ്ലാമിലേക്ക് വരികയും ഇസ്ലാമിന് വേണ്ടി ഏറെ സേവനങ്ങൾ ചെയ്ത് സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ട 10 പേരിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ അബൂ ഉബൈദക്ക് വളരെ വലിയ സ്ഥാനമാണ് ഇസ്ലാമിലുള്ളത്. നിങ്ങളല്ലാത്ത ഒരാളായിരുന്നു ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു ആ പറഞ്ഞതിന്റെ പേരിൽ അയാളെ കൈകാര്യം ചെയ്യുമായിരുന്നു എന്നർത്ഥം. പക്ഷെ ഉമർ വന്നു. ഫലസ്തീനിൽ ഉമറിനെ കാത്തിരുന്ന ക്രൈസ്തവർ ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ സുൽഹിലൂടെ
ഫലസ്തീൻ കൈമാറുകയും അതേപോലെ തന്നെ ജെറുസലേമിൽ അതിന്റെ മസ്ജിദുൽ അഖ്സയുടെ ചാവി താക്കോൽ ഏൽപ്പിക്കുകയും ഉണ്ടായി എന്നുള്ളതാണ് ചരിത്രം. ഇവിടെ ഈ സമയത്ത് മുസ്ലിമീങ്ങളിൽ പലരും അവർ ധരിച്ചിരുന്ന വസ്ത്രം അവർ മദീനയിൽ ധരിച്ചിരുന്ന സാധാരണ വസ്ത്രമായിരുന്നില്ല. ഉമർ റളിയല്ലാഹു തആല ആ വിഷയത്തിൽ അവരെ ആക്ഷേപിക്കുകയുണ്ടായി എന്നാണ്. ദീനിൽ നിന്ന് അകന്നുപോയോ നിങ്ങൾ? മദീന വിട്ട് നിങ്ങൾ ദൂരെ പോയപ്പോൾ നിങ്ങൾക്ക് ആദർശത്തിലും നിങ്ങളുടെ ആചാരങ്ങളിലും കൈമോശം വന്നു പോയോ എന്ന് പറഞ്ഞ് ഉമർ റളിയല്ലാഹു തആല സഹാബികളെ ആക്ഷേപിച്ചപ്പോൾ സഹാബികൾ അബൂ ഉബൈദയും കൂട്ടരും പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, മദീന വിട്ടപ്പോഴത്തേക്ക് ഞങ്ങൾ ദീൻ മറന്നതോ ദീനിന്റെ ചിട്ടകൾ മറന്നതോ അല്ല, പ്രത്യുത ഞങ്ങൾ ശത്രുക്കളെ പീഡിപ്പിക്കുന്നതിനും ഭീതിപ്പെടുത്തുന്നതിനും വേണ്ടി ഞങ്ങൾ ഒരു യുദ്ധതന്ത്രം എന്ന നിലക്ക് അണിഞ്ഞ വസ്ത്രങ്ങളാണ് ഇത് എന്ന് പറഞ്ഞാണ് ഉമർ റളിയല്ലാഹു തആലയോട് അവർ പ്രതികരിക്കുകയുണ്ടായത് എന്നാണ്. ഇസ്ലാമിന്റെ വ്യക്തിത്വത്തെ നിന്ന് ദൂരെയാകുന്ന ഒരു വസ്ത്രവിധാനം വരെ ഉമറിനെ പോലുള്ള അംറിനെ പോലുള്ളവർ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ, അതിനെതിരിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിൽ ഇന്നത്തെ മുസ്ലിം സമൂഹത്തിൽ പലരുടെയും രീതികളും ചേലും കോലവും ഒക്കെ കണ്ടാൽ അവരുടെ വിശ്വാസപരമായിട്ടുള്ള കർമ്മപരമായിട്ടുള്ള ആചാരപരമായിട്ടുള്ള പല സ്ഖലിതങ്ങളും തെറ്റുകളും കണ്ടാൽ എന്തായിരിക്കും ഉമർ റളിയല്ലാഹു തആലയുടെ പ്രതികരണം? അത് ശരിക്കും നമ്മൾ സഹോദരന്മാരെ മനസ്സിലാക്കേണ്ടതുണ്ട്. അമുസ്ലിമീങ്ങളെ അനുകരിച്ചും അമുസ്ലിമീങ്ങളുടെ അന്യ ആചാരങ്ങളും അവരുടെ മതപരമായ ചടങ്ങുകളും കടമെടുത്തുമൊക്കെയുള്ള ഒരു ജീവിത രീതി അത് ഉള്ളിടത്തോളം കാലം എങ്ങനെയാണ് മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്സത്തുണ്ടാവുക, അള്ളാഹുവിൽ നിന്നുള്ള സഹായം അവർക്കുണ്ടാവുക? ഒരു വർഷം നമ്മൾ പിന്നിലാക്കി പുതിയൊരു വർഷത്തെ സ്വീകരിക്കുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ ചില സംഭവങ്ങൾ നമ്മൾ വിഷയമാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിഞ്ഞ ഒരു വർഷത്തിൽ പല അക്രമികളെയും അല്ലാഹു ഒതുക്കുകയും ആ അക്രമികൾക്കെതിരിൽ വിശ്വാസികൾക്ക് അല്ലാഹു സമാശ്വാസവും സമാധാനവും പ്രദാനം ചെയ്യുകയും ഉണ്ടായി എന്നുള്ളത് നമുക്കറിയാം. അധിപന്മാരായി ശക്തിയും കഴിവും ഉപയോഗിച്ച് തങ്ങളുടെ ഊപ്പൊക്കെ ഉപയോഗിച്ച് സാധു ജനങ്ങളെയും പാവങ്ങളെയും അടക്കിവാണ് ഭരിച്ചു നടന്ന കുറെ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒതുക്കുകയുണ്ടായി. അക്രമിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സുന്നത്ത് എന്ത് എന്നുള്ളത് മനസ്സിലാക്കുവാൻ അതിൽ ഒരു പഠനം സഹായിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അക്രമിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സാവകാശമേകും. ഇന്നല്ലാഹ ല യുംലി അല ളാലിം, ളാലിമിന് അക്രമിക്ക് അല്ലാഹു ഇട നൽകും. അതുകൊണ്ട് തന്നെ അക്രമി പ്രവർത്തിക്കേണ്ടത് പ്രവർത്തിച്ച് പറയുന്നത് പറഞ്ഞ് തുടർന്നുകൊണ്ടേയിരിക്കും. ഹത്താ ഇദാ അഖദഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നാളിൽ അക്രമിയെ പിടികൂടും. പിടികൂടിയാൽ ലം യുഫല്ലിതുഹു, അക്രമിക്ക് ഒരിക്കലും അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്ന് തെറ്റി രക്ഷപ്പെടാനാവുകയില്ല. അതുകൊണ്ട് തന്നെ അക്രമവും അന്യായവും സൂക്ഷിക്കേണ്ടതുണ്ട്. അനീതിയിൽ പറയുന്നതും അനീതിയിൽ പ്രവർത്തിക്കുന്നതും സൂക്ഷിക്കേണ്ടതുണ്ട്. പറയുമ്പോൾ പറയുന്നതിന് ൂക്കും അതേപോലെ തന്നെ അതിന് അവസരവും ഉണ്ടായി എന്ന് വരും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള പരീക്ഷണമാണ്. പക്ഷെ ഒരു നാൾ വന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പിടുത്തം അത് ശക്തമായിരിക്കും. ആ പിടുത്തത്തിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പിടികൂടുന്നത് അള്ളാഹുവിന്റെ നീതിയുടെ തേട്ടമാണ്, മനുഷ്യന്മാർ ചെയ്യുന്ന പാപങ്ങൾ കാരണത്താലുമാണ്. ഫകുല്ലൻ അഖദ്നാ ബിദംബി, ആരൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ശിക്ഷ കൊണ്ട് പിടികൂടിയിട്ടുണ്ടോ അതെല്ലാം അവന്റെ പാപങ്ങൾ കാരണത്താൽ മാത്രമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയിട്ടുണ്ട്. അവസാനമായി ഖതീബ് ഉണർത്തിയത് ശൈത്യവുമായി ബന്ധപ്പെട്ടുള്ള ചില മസ്അലകളാണ്. ശൈത്യകാലം ചില കർമ്മശാസ്ത്രങ്ങളെയും അതേപോലെ തന്നെ ചില ദീനി ചിട്ടകളെയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ശൈത്യകാലം വന്നറിഞ്ഞാൽ ശൈത്യത്തിന് സ്വാഗതം ഓതും. മർഹബൻ ബിശിത്ത, ശൈത്യത്തിന് സ്വാഗതം എന്ന് പറഞ്ഞാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ശൈത്യത്തെ സ്വീകരിക്കാറുള്ളത്. തൻസിലു ഫീഹിൽ ബറക, ശൈത്യം വന്നാൽ അതിൽ ബർക്കത്ത് ഇറങ്ങലായി എന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയും. എന്നിട്ട് അദ്ദേഹം പറയും, യതൂലു ഫീഹിൽ ലൈൽ ലിൽ ഖിയാം, ശൈത്യത്തിൽ രാവിന് ദീർഘം കൂടുതലാണ്. എന്തിന്? രാത്രി നമസ്കരിക്കുന്നതിന് വേണ്ടി. വയഖ്സുറു ഫീഹിൻ നഹാർ ലിസിയാം, ശൈത്യത്തിൽ പകല് നീളം കുറവാണ്, പകല് കുറവാണ്, സമയം കുറവാണ്. എന്തിന്? ആളുകൾക്ക് പകലിൽ നോമ്പെടുക്കുന്നതിന് വേണ്ടി. അപ്പോ ശൈത്യകാലം വന്നു, ശൈത്യത്തിന് സ്വാഗതം. ശൈത്യത്തിൽ അല്ലാഹു ബർക്കത്ത് ചൊരിഞ്ഞിരിക്കുന്നു.
അതിൽ രാവിലെ ദൈർഘ്യം കൂടുതലാണ്. ഉറങ്ങാനും രാത്രി നമസ്കാരം നിർവഹിക്കുവാനും അവസരമുണ്ട്. പകലിന് ദൈർഘ്യം കുറവാണ്. അതുകൊണ്ട് തന്നെ നോമ്പെടുത്ത് പകലിനെ ചിട്ടപ്പെടുത്തുവാൻ അവസരവും ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തിലായിരുന്നു സച്ചരിതരായ മുൻഗാമികൾ ശൈത്യത്തിൽ വരവേറ്റതും അതിൽ കഴിഞ്ഞുകൂടിയതും. ആ ഒരു ചിട്ട നമുക്കും നമ്മുടെ നിത്യജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. രാത്രി നമസ്കാരത്തിന് അവസരമാണ്, പകലിൽ നോമ്പിനെ പെരുപ്പിക്കുവാനും അവസരമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആലയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിഅമൽ അബ്ദു നിഅമർ റജുലു അബ്ദുല്ലാഹ് ലൗ കാന യുസല്ലി ബില്ലൈൽ. അബ്ദുള്ള എത്ര നല്ല മനുഷ്യനാണ്, അദ്ദേഹം രാത്രി നമസ്കരിച്ചിരുന്നുവെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആലയെ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ വിഷയത്തിൽ പറഞ്ഞു. ചരിത്രത്തിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പറഞ്ഞതിൽ പിന്നെ ഒരിക്കലും ഇബ്നു ഉമർ റളിയല്ലാഹു തആല രാത്രി നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസിയത്ത് മദീനയിലേക്ക് ഹിജ്റ വന്നപ്പോൾ പ്രത്യേകിച്ച് ആവർത്തിച്ചു പറഞ്ഞത്, അയ്യുഹന്നാസ്, ജനങ്ങളെ, അത്ഇമു തആം വഅഫ്ശു സലാം വസല്ലു ബില്ലൈൽ വന്നാസു നിയാം തദ്ഖുലുൽ ജന്നത ബിസലാം. ജനങ്ങളെ, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കുക, ഭക്ഷണം ഊട്ടുക, ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രികളിൽ നമസ്കരിക്കുക. സലാമിൽ സുരക്ഷിതരമായി നിങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. തതജാഫാ ജുനൂബുഹും അനിൽ മബാജിഅ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ. അല്ലാഹു അവന്റെ ഇഷ്ടദാസന്മാരുടെ ഒരു വിശേഷണമായിട്ട് പറയുകയാണ്, കിടപ്പറകളിൽ നിന്ന് അവരുടെ പാർശ്വങ്ങൾ അകലുകയും, കിടപ്പറകളിൽ നിന്ന് അവർ എഴുന്നേറ്റ് തങ്ങളുടെ റബ്ബിനോട് ആഗ്രഹത്തിൽ, റബ്ബിന്റെ കനിവിലും കാരുണ്യത്തിലും ആഗ്രഹം മൂത്തും, അള്ളാഹുവിന്റെ ശിക്ഷയിലും അള്ളാഹുവിന്റെ കോപത്തിലും പേടിപ്പെട്ടും അവർ ദുആ ചെയ്ത് നമസ്കരിക്കുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഈ ഒരു ലക്ഷണം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പുലർത്തുന്നതിന് വേണ്ടി ഒരവസരമാണ് രാവുകൾ സമയം നീണ്ട ഈ ശൈത്യകാലം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്രകാരം തന്നെ പകലിൽ നോമ്പെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ സുഖവും വളരെ എളുപ്പവുമാണ്. കുറച്ച് സമയമാണ് പകലുള്ളത്. ഒരു നോമ്പിനുള്ള മഹത്വം നമുക്കറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, കുല്ലു അമലി ഇബ്നി ആദമ ലഹു, ആദം സന്തതിയുടെ മുഴുവൻ കർമ്മങ്ങളും അവനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിഫലം എത്രയെന്നുള്ളത് കണക്കാക്കുന്ന ഒരു മാനദണ്ഡം അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇല്ല സിയാം ഫഇന്നഹു ലി വഅന അജ്സി ബി. നോമ്പൊഴികെ, നോമ്പ് എനിക്കുള്ളതാണ്, ഞാൻ അതിന്റെ പ്രതിഫലം ദാസന് ധാരാളമായി നൽകും. എണ്ണവും വണ്ണവുമില്ലാത്ത പ്രതിഫലമാണ് നോമ്പിന് ഞാൻ നൽകുക എന്ന അർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വസ്സിയാമു ജുന്നത്തുൻ, നോമ്പ് പരിചയാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. എന്താണ് പരിച? തിന്മകളിൽ നിന്നും തെറ്റുകുറ്റങ്ങളിൽ നിന്നും ഭൗതിക ലോകത്ത് ജീവിക്കുവാനുള്ള പരിചയാണ് നോമ്പ്. ആഖിറത്തിൽ നരകത്തിയിൽ നിന്നുള്ള പരിചയാണ് നോമ്പ്. അതുകൊണ്ട് തന്നെ നോമ്പ് അനുഷ്ഠിക്കുക. വല ഖലൂഫു ഫമിസ്സായിൻ അത്യബു ഇൻദല്ലാഹി മിൻ റീഹിൽ മിസ്ക്. നോമ്പുകാരൻ നോമ്പ് നോറ്റ് ഭക്ഷണം കഴിക്കാതെ അവന്റെ വായക്ക് പകർച്ചയുടെ മണമുണ്ടായാൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയേക്കാൾ സുഗന്ധപൂർണമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഈ സ്ഥാനവും അതേപോലെ തന്നെ ഈ മഹത്വവും ഒക്കെയുള്ള പുണ്യകർമ്മമാണ് നോമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ ഒരു നോമ്പെടുത്താൽ അയാളെ അള്ളാഹു നരകത്തിയിൽ നിന്ന് 70 വർഷത്തെ ദൂരത്തേക്ക് അകറ്റും എന്നാണ്. അപ്പോൾ അത്ര മഹത്വമുള്ള നോമ്പ് എടുക്കുവാൻ പകൽ വളരെ ചുരുക്കം സമയം, കുറഞ്ഞ സമയങ്ങളാണുള്ളത്. തണുപ്പ്. അതുകൊണ്ട് തന്നെ കഴിയുന്നിടത്തോളം നോമ്പ് തിങ്കളാഴ്ച, വ്യാഴാഴ്ച, അതേപോലെ അയ്യാമുൽ ബീദ്, പ്രത്യേകിച്ച് ഈ നാളുകളൊക്കെ നോമ്പിന് വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അനുഗ്രഹമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതേപോലെ നോമ്പുകാരന്റെ ശൈത്യകാലത്ത് ജീവിക്കുമ്പോൾ, ശൈത്യകാലത്ത് തണുപ്പാണ്, തണുപ്പിൽ വുദു ചെയ്യുമ്പോൾ ആളുകൾ വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ഥിതി വിശേഷം. അതുകൊണ്ട് തന്നെ വുദുവിൽ ചിലപ്പോ കാലൊക്കെ, കൈ ചുളിഞ്ഞ ഭാഗങ്ങൾ, വിരലുകൾക്കിടയിലൊക്കെ വെള്ളം ചേർത്ത് കഴുകുന്നതിൽ ചിലപ്പോൾ ആളുകൾക്ക് അമാന്തം സംഭവിച്ചേക്കും. അത് സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനാൽ തന്നെ ആ വിഷയത്തിൽ നമുക്ക് ഉത്ബോധനമേകി. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ അലാ അദുല്ലുകും അലാ മാ യംഹുല്ലാഹു ബിഹിൽ ഖതായ വയർഫഉ ബിഹി ദറജാത്ത്. നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു മായിക്കുന്ന, നിങ്ങളുടെ ദറജകളെ അല്ലാഹു ഉയർത്തുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. അതായത് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ മായിക്കപ്പെടുന്ന, നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പദവി ഉയരുന്ന കർമ്മങ്ങൾ അറിയിച്ചു തരട്ടെ എന്ന് ചോദിച്ചപ്പോൾ സഹാബികൾ
അത് അറിയിച്ചു തരുവാൻ ആവശ്യപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇസ്ബാഹുൽ വുദു അലൽ മക്കാരിഹ്, മക്കാരിഹിൽ വുദു പൂർണ്ണമായി എടുക്കുക എന്നുള്ളതാണ്. മക്കാരിഹിൽ വുദു പൂർണ്ണമായി എടുക്കുക എന്ന് പറഞ്ഞാൽ തണുപ്പ് കൂടുന്ന സമയത്ത് വുദു പൂർണ്ണമായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ വുദുവിന്റെ അവയവങ്ങളിൽ വെള്ളം എത്തിച്ച് ശരിക്ക് ഉരച്ച് കഴുകേണ്ടിടത്തോളം, അതേപോലെ തന്നെ ചികറ്റി അകറ്റി കഴുകേണ്ടിടക്കെ ശരിക്ക് കഴുകി അവയവങ്ങളിൽ വെള്ളം എത്തിച്ചുകൊണ്ടുള്ളതായ വുദു ചെയ്യൽ, അതാണ് ഇസ്ബാഹുൽ വുദു അലൽ മക്കാരിഹ്. പിന്നെ കസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദ്, പള്ളികളിലേക്കുള്ള അധികരിച്ച കാൽവെപ്പുകൾ. ഒരു നമസ്കാരത്തിന് ശേഷം മറ്റൊരു നമസ്കാരത്തെ പ്രതീക്ഷിച്ച് കഴിയൽ, ഇതൊക്കെ പാപങ്ങൾ മായ്ക്കപ്പെടുവാനും ദറജകൾ ഉയർത്തപ്പെടുവാനും കാരണമായിട്ടുള്ള വിഷയങ്ങളായി നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. അവസാനമായി നമ്മൾ ശൈത്യത്തിലും തണുപ്പിലും കഴിഞ്ഞുകൂടുമ്പോൾ നമ്മൾ തണുപ്പ് ചെറുക്കുവാനും അതേപോലെ തന്നെ ശരീരത്തിന്റെ ചൂട് കാത്തു സൂക്ഷിക്കുവാനും പല വകുപ്പുകളും കാണുന്നവരും പല മാർഗങ്ങളും ഉള്ളവരുമാണ്. ഈ തരുണത്തിൽ നമ്മൾ ഈ മുസ്ലിം ഉമ്മത്തിലെ അതേപോലെ നമ്മുടെ അടുത്ത അകന്ന ബന്ധുക്കളിലെ പല മെമ്പർമാരെയും ഓർക്കേണ്ടതുണ്ട്. ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവർ, വളരെ പ്രയാസങ്ങളിൽ നാളുകൾ കഴിച്ചുകൂട്ടുന്നവർ, പട്ടിണി പാവങ്ങൾ, അങ്ങനെ പലരെയും കുറിച്ചും നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സഹോദരങ്ങളുടെ വിഷയത്തിൽ, അവർക്ക് സഹായങ്ങൾ എത്തിക്കുന്ന വിഷയത്തിൽ, നമ്മൾ സഹായം നിർവഹിക്കുന്ന വിഷയത്തിൽ നമ്മൾ ആലോചിക്കണം എന്നുള്ളതാണ് ഖത്തീബ് നമ്മളെ ഉണർത്തിയത്. അല്ലാഹു ഫീ ഔനിൽ അബ്ദ് മാ കാനൽ അബ്ദു ഫീ ഔനി അഖീ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ സ്വന്തം സഹോദരനെ സഹായിക്കുകയായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ സഹായിക്കുവാനുണ്ടാകും എന്നാണ്. മൻ ഫറജ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബിഹി ദുനിയ ഫറജ അല്ലാഹു അൻ കുർബതൻ മിൻ കുറബിഹി യൗമൽ ഖിയാമ. ഭൗതിക ലോകത്ത് ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയുടെ ജീവിത ഞെരുക്കം അതിൽ ആശ്വാസം പകർന്നാൽ അന്ത്യനാളിൽ അയാൾ അഭിമുഖീകരിക്കാനുള്ള അന്ത്യനാളിലെ ഞെരുക്കങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയും ആ മനുഷ്യന് ആശ്വാസം പകരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമസൃഷ്ടികളെക്കുറിച്ചും സഹോദരങ്ങളെക്കുറിച്ചും ആലോചിക്കുകയും സഹായങ്ങൾ അർഹിക്കുന്നവർക്ക് സഹായങ്ങൾ നൽകുകയും അതിനുവേണ്ടി കൈനീട്ടുകയും ചെയ്യുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം എന്നാണ് നമ്മുടെ ഖത്തീബ് ഉണർത്തിയത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നമ്മളെ എല്ലാവരെയും എല്ലാവിധ ഖൈറാത്തുകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തുണക്കുമാറാവട്ടെ. അല്ലാഹു നമ്മൾ എവിടങ്ങളിലായാലും എപ്പോഴായാലും അവന്റെ ബർക്കത്ത് നമ്മളിൽ ചൊരിയുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഇണകളിലും മക്കളിലും നമുക്ക് കൺകുളിർമ ഏറ്റുമാറാവട്ടെ. നമുക്കുള്ളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. ഈ പുണ്യവേദിയിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടിയത് ഇതുപോലെ അല്ലാഹു അവന്റെ ജന്നത്തിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ അഫ്വും ആഫിയത്തും അവർക്കും നമുക്കും അല്ലാഹു കനിയുമാറാവട്ടെ. അല്ലാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം നമുക്കും അവർക്കും അല്ലാഹു അധികരിപ്പിച്ചു നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين. واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.